ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു നാടൻ കറി ആയാലോ. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറുണ്ണാൻ പറ്റുമേ. പണ്ടൊക്കെ നമ്മൾ ഇതൊക്കെ കൂട്ടിയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിന്നൊരു നാടൻ കറി ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ദേ ഇവിടെ ചക്കക്കുരു ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ, അത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ചക്കക്കുരുവിൻ്റെ വേവൊന്നും നമുക്കറിയില്ലല്ലോ, ചട്ടിയിൽ വെക്കുന്നതുകൊണ്ടാണ്. കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് രണ്ടടിക്ക് സാധനം വെന്ത് കിട്ടുമേ. ഞാനിപ്പോൾ ഇവിടെ ചട്ടിയിലാണ് വെക്കണേ, ഒത്തിരി അങ്ങോട്ട് വെന്ത് കലങ്ങി പോകരുത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കണേ. അപ്പോൾ ചക്കക്കുരു ഒരു പകുതി വേവാവട്ടെ. അപ്പോഴത്തേനും നമുക്ക് ഈ മുരിങ്ങാക്കായ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. പണ്ടൊക്കെ മുരിങ്ങാക്ക നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാവുമേ, ഇപ്പോഴല്ലേ നമ്മൾ കാശ് കൊടുത്തെല്ലാം വാങ്ങുന്നത്. അപ്പം ഞാൻ ഒരേ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചിടുന്നത്, നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന പോലെ. പണ്ട് വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു മുരിങ്ങ. കായുണ്ടായി കമ്പൊടിഞ്ഞു പോകുമേ അവസാനം, ഈ മുരിങ്ങാക്കായിൻ്റെ കനം കൊണ്ട്. ഇപ്പോൾ ആരുടെ വീട്ടിലും മുരിങ്ങാക്കായ ഇല്ല. ദേ ചക്കക്കുരു വെന്തിട്ടുണ്ട്, ഒരുമിച്ചിട്ടാൽ മതിയായിരുന്നു. പക്ഷേ ചക്കക്കുരുവിൻ്റെ വേവ് നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു പകുതി വേവായ പിന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങോട്ട് കുഴഞ്ഞിരിക്കണ്ട. കുഴഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം മാങ്ങയും അതുപോലെ തന്നെ ഒരല്പം തേങ്ങയും കൂടെ അരച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചാറോട് കൂടി കഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ ചാറില്ലാതെയാണ് എടുക്കണേ. അപ്പോൾ നമുക്ക് ചക്കക്കുരു മുരിങ്ങാക്കായൊക്കെ വെന്തോന്ന് നോക്കാം. ചക്കക്കുരു വെന്തിട്ടുണ്ടാവും, മുരിങ്ങാക്കായ ഒന്ന് വെന്തോന്ന് നോക്കിയാൽ മതി. അപ്പോൾ മുരിങ്ങാക്കായൊക്കെ വെന്തിട്ടുണ്ട്, നമുക്കത് മാറ്റി വെക്കാം. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. കുറച്ചൊഴിച്ചാൽ മതിയേ. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. ഈ ചട്ടി ഇത്തിരി ചൂടാകാൻ പ്രയാസമാണേ. നല്ലോണം ചൂടായില്ലെങ്കിൽ കടുകിട്ടാൽ പൊട്ടുകയില്ല, കുറേ നേരം കഴിയണം. അപ്പോൾ അതേ നമുക്കൊരല്പം കടുകിട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടണേ. അപ്പോൾ ഇതിന് നമുക്ക് ഇടിച്ച മുളക് ഇടുന്നതാണ് നല്ലത്. അപ്പോൾ അതേ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മൂക്കട്ടെ. ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചക്കക്കുരു കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാൻ മറക്കരുതേ, ഒരു ഉലർത്ത് കറി. അപ്പോൾ അതേ ഉള്ളി നല്ലതുപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനാവശ്യമുള്ള ചതച്ച മുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇവിടെ ഇത്തിരി എരിവ് വേണം. ഇനി അത് ഇട്ടിട്ട് ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞൊന്നും പോവണ്ട, ഒന്ന് പതുക്കെ ഒന്ന് നിറം മാറിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടാണ് ചക്കക്കുരു വേവിച്ചത്, അതുകൊണ്ടാണ് ഒരു നുള്ളു ഇട്ടാൽ മതി എന്ന് പറഞ്ഞത്. ഇനി അവസാനം ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടിയും കൂടി ഇടണം. കുരുമുളക് പൊടിയും കൂടി ഇട്ടാലാണ് അതിൻ്റെ ആ ഒരു പ്രത്യേക രുചിയാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ, ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോവണ്ട. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരും മുരിങ്ങാക്കായും കൂടെ ഇട്ട് കൊടുക്കാം. ഒത്തിരി വെള്ളമൊന്നുമില്ല, വെള്ളമെല്ലാം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളമാണ് ഒഴിച്ചോളൂ.
നമുക്കൊന്ന് ഇളക്കിയിട്ടിട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. പണ്ടൊന്നും ഇത്രയും ഒത്തിരി കറികളൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ കഴിക്കുന്ന പോലെ. ഈ ഒരു കറിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.